മൊത്തം ജനങ്ങൾ മൂഞ്ചിട്ട് നിൽക്കാണ്. എന്താണ് പാർട്ടിക്കാർ പൈസ ഉണ്ട് അവരിൽ, BJP-കാരുടെ അടുത്ത് പൈസ ഉണ്ട്, മറ്റുള്ളവരുടെ അടുത്ത് പൈസ പണില്ല. അതന്നെ കേസ് മെയിനായിട്ട്. പണിയില്ല, മൊത്തത്തിൽ ജനങ്ങളൊക്കെ അവർ നന്നാവുന്നുണ്ട്, ജനങ്ങൾ നന്നാവുന്നില്ല. സുരേഷ് ഗോപി ഒരിക്കലും കരകയറില്ല എന്ന് പറയുന്നത്. കയറരുത്, അങ്ങനത്തെ ഒരു പൈസ കയറരുത്. കയറരുത്. സുരേഷ് ഗോപി ഒന്നും ഇവിടെ ഭരിക്കരുത്. നമ്മൾ ഇന്ത്യ ഒരു മാതൃകയല്ലേ, എന്ന് വെച്ചാൽ ആലോചിക്കുക. വേൾഡില് ഇതേപോലെ എവിടെയും ഉണ്ടോ? എല്ലാ മതസ്ഥരും കൂടി നല്ലപോലെ സ്നേഹിച്ച് ജീവിച്ചൊരു രാജ്യത് അല്ലേ? അയാൾ നല്ല വ്യക്തിയാണ്, ആള് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ആളാണ്. ഞാനൊരു BJP പ്രവർത്തനമാണ്. തവണ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ജയിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷയുണ്ട്. താങ്കളൊരു പ്രവർത്തകനാണ്, ഞാൻ ചോദിക്കുന്നത് ജയിക്കും എന്ന് പറയാൻ കഴിയും? ജയിക്കുന്നു ഞാൻ തറപ്പിച്ചങ്ങ് പറയാൻ കഴിയില്ല. അത് പറയില്ല. പള്ളിയിലത്തെ അച്ഛന്മാർ വോട്ട് ചെയ്യാൻ പറഞ്ഞാലൊന്നും ഇവിടുത്തെ നസ്രാണികളൊന്നും വോട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. പിന്നെ സുരേഷ് ഗോപിയോട് പറഞ്ഞോളൂ, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞിട്ടാവില്ലേ, അതായത് ഇവിടെ നിന്ന് അന്ന് പോയിട്ട് പിന്നെ ഒന്ന് പറഞ്ഞു. അപ്പൊ ശരി, അപ്പൊ അങ്ങോട്ട് പറഞ്ഞോളൂ, അങ്ങോട്ട് നോക്കി പറഞ്ഞോളൂ. ഇനി ഒന്നുണ്ടെ കൊലയ്ക്ക് കൊടുക്കായിരിക്കും അത് ആദ്യം. ഇപ്പൊ ഇത്തവണ മൂന്നാമൻ തോൽക്കുന്നാണോ? അത് തോൽക്കും ഉറപ്പ്. ഇപ്പൊ അതിന് സാധ്യത തള്ളിയല്ലോ, ആളെ മാറ്റി ഒതുക്കി നിർത്തിയിട്ടുണ്ടല്ലോ BJP-കാരനെ. കര കയറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? കാരണം സുരേഷ് ഗോപി എല്ലാവരും ഇഷ്ടമാണ്, പക്ഷേ BJP പ്രസ്ഥാനം ഇഷ്ടമല്ല. EMS-ന്റെ സെക്രട്ടറിയാണ്, അപ്പോഴും പറയാണ് മതം മാറ്റിവെക്കണം. മതം മാറ്റിവെക്കണം, ഇവിടെ ആഗോദര സ്നേഹം നിലനിർത്തണം. 100% പൊട്ടു. എന്തുകൊണ്ടാ? ഇവിടെ എന്ന് പറഞ്ഞാൽ ജാതി, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ഇങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ട് ഇവിടെ മതത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിയാൻ പറ്റില്ല. അവൻ BJP-യിൽ നിന്ന് വിജയിക്കില്ല, വേറെ വല്ല പാർട്ടിയിലനുസരിച്ചാൽ വിജയിച്ചാണ്. കൂടുതൽ ഹിന്ദുത്വം സംസാരിക്കുന്നത് കൊണ്ട് മതം സംസാരിക്കാതിരുന്ന ഓക്കെ. കേരളത്തിനെ സംബന്ധിച്ച് 3 മതക്കാർ ഏതാണ്ട് തുല്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇതില്ല, വിജയിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാ വിജയിക്കാൻ സാധ്യതയില്ല? കാരണം ഇല്ല, അതൊരു മുഖം മൂടിയാണ് മറ്റുള്ളവരെ. കാരണം നമ്മൾ കേന്ദ്രത്തിൽ ഇപ്പോൾ പോലായിട്ട് കാണുന്നതല്ലേ. എന്തുകൊണ്ടാ BJP-യെ ശരിക്കും തൃശ്ശൂർക്കാർ ഏറ്റെടുക്കാത്ത? തൃശ്ശൂർക്കാരിലല്ല, കേരളത്തുകാരെ ആരും ഏറ്റെടുത്തില്ലല്ലോ. എടുത്തെങ്കിൽ പണ്ടേ കിട്ടിയല്ലേ സീറ്റ്. എന്തുകൊണ്ട് ഏറ്റെടുക്കാത്ത? ഏറ്റെടുക്കാനുള്ളതായിട്ടില്ല. ആവില്ല, ബുദ്ധിമുട്ടാ. ജയിക്കില്ല. ബുദ്ധിമുട്ടാ. പെട്രോളിന്റെ ഇപ്പൊ വില എത്രയാ? ഈ വണ്ടി കൊണ്ട് കിടക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? താങ്കൾ പറയുന്നത് മതപരമായിട്ട് ആര് വരുവാണെങ്കിലും അവരെ മതപരമായിട്ട് വേർതിരിക്കുന്ന ആരെയും ജയിപ്പിക്കരുത്. അങ്ങനെ ആകുമ്പോ പ്രശ്നമില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കാം, ഇപ്പൊ മുസ്ലിംസ് മനുഷ്യന്മാരല്ലേ? ജയിക്കുന്നുള്ള താല്പര്യമില്ല, ജയിക്കാൻ സാധ്യത കുറവാണ്. എന്തുട്ടാ അങ്ങനെ പറയണേ? എന്തുട്ടാ അവരെ ഭരണം അതുപോലത്തെ ഭരണല്ലേ BJP-യുടെ ഭരണം അല്ല. എന്ത് തൃശ്ശൂർ ജയിക്കും, 3ാമത് തവണയൊക്കെ ജയിക്കും എന്ന് പറയാൻ 3ാമത് തവണ തോൽക്കുമോ? തോൽക്കുന്നുള്ള ജയിക്കാൻ സാധ്യതയില്ല സുരേഷ് ഗോപി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് പൊതുവെ എല്ലാത്തിനും വില കൂടുതൽ, സാധനങ്ങൾ വില കൂടുതൽ, എല്ലാതും അറിഞ്ഞൂടും. ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞൂടും, ജീവിക്കാൻ പറ്റണ്ട ജനങ്ങൾക്ക്. എല്ലാ സാധനങ്ങളും വില കൂടുതലാണ്, പണിയില്ല. മൊത്തത്തിൽ ജനങ്ങളൊക്കെ അവർ നന്നാവുന്നുണ്ട്, ജനങ്ങൾ നന്നാവുന്നില്ല. മൊത്തം ജനങ്ങൾ മൂഞ്ചിട്ട് നിൽക്കാണ്. എന്താണ് പാർട്ടിക്കാർ പൈസ ഉണ്ട് അവരിൽ, BJP-കാരുടെ അടുത്ത് പൈസ ഉണ്ട്, മറ്റുള്ളവരുടെ അടുത്ത് പൈസ പണില്ല. അതന്നെ കേസ് മെയിനായിട്ട്. ഇപ്പൊ തന്നെ മൊത്തത്തിൽ തന്നെ കച്ചവടം മാർക്കറ്റിൽ പോയി. ജയിക്കാൻ സാധ്യതയില്ല, മിക്കതും ചാൻസ് ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവരെ ഐഡിയോളജി ശരിയല്ല. കാരണം വെച്ചാൽ ഭിന്നിപ്പിച്ച് പരിപ്പിക്കുക, തമ്മിലടിപ്പിക്കുക. ഇപ്പോൾ മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു, അതാണ് ഇപ്പോൾ ഐഡിയോളജി. അതെന്ന് വെച്ചാൽ ഹിന്ദു, മുസ്ലിം ഇതിൽ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. താനും മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യന്മാർക്കൊരു വാല്യൂ കൽപ്പിച്ച് നല്ല ഐഡിയോളജി പരമായി നല്ല വ്യക്തികളായി കാണുക, അങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് ജീവിക്കേണ്ടത്, മനസ്സിലായോ? ഇപ്പം അങ്ങനെ ജീവിക്കുന്നുണ്ടോ? നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുന്ന ആളാണ്. ഇപ്പം അങ്ങനത്തെ ഒരു പിക്ചർ അല്ല ഇന്ത്യയിലുള്ളത്. അങ്ങനത്തെ പിക്ചറല്ല, അത് പിക്ചറ് ഭയങ്കര മോശമാണ്. സുരേഷ് ഗോപി ഒരിക്കലും കരകയറില്ല എന്ന് പറയുന്നത്. കയറരുത്, അങ്ങനത്തെ ഒരു പൈസ കയറരുത്. കയറരുത്. സുരേഷ് ഗോപി ഒന്നും ഇവിടെ ഭരിക്കരുത്, മനസ്സിലായോ? നല്ല ഐഡിയോളജി പരമായിട്ടുള്ള നല്ല മനുഷ്യന്മാർക്ക് ഉപകാരപ്പെട്ട വ്യക്തികൾ. സുരേഷ് ഗോപി നല്ല വ്യക്തിയാണ്, പക്ഷെ ആ പാർട്ടിയുടെ ഐഡിയോളജി അത് വ്യത്യാസമുണ്ട്. അതാണ് പ്രശ്നം. അവരെ കുറ്റപ്പെടുത്താനില്ല, പക്ഷെ എന്ന് വെച്ചാൽ അവരെന്നെ തിരിച്ചറിയട്ടെ, അവരെന്നെ അത് തിരിച്ചറിയണം. അങ്ങനെയാണ് വേണ്ടത്. മനുഷ്യന്മാരല്ലേ നമ്മളെല്ലാവരും, നമ്മളെ സ്നേഹിക്കുക, പരസ്പരം നല്ല അടിപൊളിയാക്കുക. കേരളം നല്ല ഹൈ ലെവലാകുക. അങ്ങനത്തെ സാധാരണ ആളുകൾക്ക്, ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ചെറുപ്പക്കാർക്ക് ജനാധിപത്യത്തിൻ്റെ അപ്പുറത്തേക്ക് സാഹോദര്യം വല്ലാതെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന ആളുകളാണ്. പാർട്ടിയെ വെറുത്തു തുടങ്ങുന്ന ഒരു അവസ്ഥ ചെറുപ്പക്കാർക്ക് ഇപ്പം ഇന്ന് നിലവിലുണ്ടോ?
അത് നമ്മൾ ഇത്രേ ഉള്ളൂ എന്നുവെച്ചാൽ കാണേണ്ട ഇത്രേ ഉള്ളൂ. നമ്മൾ എല്ലാ മനുഷ്യന്മാരും അങ്ങോട്ട് ഇങ്ങോട്ട് സ്നേഹിക്കുക, നല്ല ഭരണം. ഇപ്പോൾ ആർക്കൊക്കെ പാവപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സഹായിക്കുക. കേരളം ഒരു മാതൃക ആവട്ടെ, ലോകത്തിലെ കേരളം എന്ന സ്റ്റേറ്റ് മാതൃക ആവണം. കാരണം ഇവിടെ എല്ലാവർക്കും ബുദ്ധിയുണ്ട്, കേരളത്തിൽ എല്ലാവർക്കും ബുദ്ധിയുണ്ട്. പിന്നെ തനിക്ക് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ, അതൊരു ഐഡിയോളജിയാണ്, മനസ്സിലായി? നിങ്ങളെ മീഡിയ വർക്കൗട്ട് ആക്കാനുള്ള ഒരു ഐഡിയോളജിയാണ് അല്ലേ? നിങ്ങൾക്ക് റീച്ച് വേണം. അപ്പോൾ ഇത് റിച്ചിൻ്റെ അപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിക്കപ്പെടേണ്ടത്. യാഥാർത്ഥ്യം ഇത്രേ ഉള്ളൂ എന്നുവെച്ചാൽ നമ്മളെ കേരളം ലോകത്തിൽ ഒരു മാതൃക വേണം വെച്ചാൽ എല്ലാവരും സ്നേഹിക്കുക, മതമില്ല, ജാതിയിൽ. ഇപ്പോൾ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം. താങ്കൾ പറയുന്നത് മതപരമായിട്ട് ആര് വരുവാണെങ്കിലും അവരെ മതപരമായിട്ട് വേർതിരിക്കുന്ന ആരെയും ജയിപ്പിക്കരുത്. അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ മുസ്ലിംസ് മനുഷ്യന്മാരല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ അല്ലേ? അപ്പം എൻ്റെ മേത്തൊരു അടി കിട്ടി, എനിക്ക് വേനിക്കും. തിരിച്ച് തന്നെ അടിക്കുമ്പോൾ വേനിക്കില്ല. ആക്രമിക്കുക, തന്നെ ആക്രമിച്ച് മനുഷ്യന്മാരങ്ങനെ വേട്ടയാടിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഹിന്ദു രാഷ്ട്രമാക്കിയിട്ടും എന്തിനങ്ങനെ? നമ്മൾ ഇന്ത്യ ഒരു മാതൃകയല്ലേ? എന്ന് വെച്ചാൽ ആലോചിക്കുക, വേൾഡിൽ ഇതേപോലെ എവിടെയെങ്കിലും ഉണ്ടോ? എല്ലാ മതസ്ഥരും കൂടി നല്ലപോലെ സ്നേഹിച്ച് ജീവിച്ചൊരു രാജ്യം ഇത് അല്ലേ? നിങ്ങൾ മുമ്പത്തെ കാര്യം ഒന്ന് ആലോചിക്കുക. എന്നുവെച്ചാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവരും ഒരുമിച്ച് നിന്ന രാജ്യമാണ്. ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചോടിപ്പിച്ച രാജ്യം അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ആരൊക്കെ മനുഷ്യന്മാർക്ക് ഉപദ്രവം ഉണ്ടോ അവരെ നമ്മൾ എന്ത് ചെയ്യണം? അടിച്ചൊതുക്കുക തന്നെ വേണം. അതാണ് ബേസിക്. എന്തേ അല്ലേ? അതാണ് വേണ്ടത്. ഇപ്പം താൻ ഒരു ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു മുസ്ലിമാണ്, ഇപ്പം തന്നെ ഞാൻ ആരെങ്കിലും വന്നടിച്ചു, അപ്പം ഞാൻ നോക്കിക്കില്ല. എന്തറിയോ, താൻ ഹിന്ദു മുസ്ലിമോ എന്നല്ല ഞാൻ നോക്കുന്നത്. വെച്ചാൽ താൻ മനുഷ്യനാ. ഐഡിയോളജി മനസ്സിലായോ? ഇതിലേക്ക് നമ്മൾ ഇന്ത്യ വീണ്ടും പോണം അല്ല, അങ്ങനല്ലേ വേണ്ടത് അല്ലേ? ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ബ്രെയിൻ വർക്കൗട്ട് ചെയ്യും, മറ്റേ ബ്രെയിൻ എടുത്തിട്ട് തല വർക്ക് കളയും, നല്ല ബ്രെയിൻ കൊണ്ട് വെക്കി. അതല്ല വേണ്ടത്. നമ്മൾ മറ്റേ ചെസ് കളിക്കുന്ന പോലെ മറ്റേ അണികളിലിട്ട് കളിക്കുക, മന്ത്രി സേഫ് ആവുക, അങ്ങനെ രാജാവ് സേഫ് ആവുക, അതല്ല വേണ്ടത്. നമ്മളെ മനുഷ്യന്മാർ സേഫ് ആവട്ടെ, അതാണ് വേണ്ടത്. ഈ പ്രാവശ്യം നിൽക്കാച്ച സുരേഷ് ഗോപി കരകയറും. എന്തുകൊണ്ടാണ്? ആൾ നല്ല വ്യക്തിയാണ്, ആൾ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ആളാണ്. ഞാനൊരു BJP പ്രവർത്തനമാണ്, അപ്പോൾ ആൾ നല്ല വ്യക്തിയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം സാധ്യത. കഴിഞ്ഞ തവണ നിങ്ങൾ ശരിക്കും വിജയിക്കും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. 3ാം സ്ഥാനത്തേക്ക് പോയപ്പോൾ എന്ത് തോന്നി? അത് ഭയങ്കര ഇത് തോന്നി, അതായത് വിഷമം തോന്നി. കാരണം ആളത്ര നല്ലൊരു ഇതുള്ളതായിരുന്നു. ജയിച്ചെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരം. 3ാം സ്ഥാനത്തേക്ക് പോയപ്പോൾ എന്ത് തോന്നി? പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. ഇത്തവണ ജയിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുണ്ടോ? ജയിക്കുമോ? ജയിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷയുണ്ട്. താങ്കളൊരു പ്രവർത്തകനാണ്, ഞാൻ ചോദിക്കുന്നത് ജയിക്കും എന്ന് പറയാൻ കഴിയും? ജയിക്കുന്നു ഞാൻ ഉറപ്പിച്ചങ്ങ് പറയാൻ കഴിയില്ല. അത് പറയില്ല. എന്തുകൊണ്ടാണ് തൃശ്ശൂർക്കാർ ശരിക്കും BJP എന്നുള്ള ഒരു കാൻഡിഡേറ്റിനെ ഇത്രയേറെ മാറ്റി നിർത്തുന്നത്? അത് അവർക്ക് പ്രത്യേകിച്ച് BJPയോട് വെറുപ്പല്ലേ ആൾക്കാർക്ക്. എന്തുകൊണ്ടാണ് വെറുപ്പ് വരുന്നത്? വെറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിന് വളർന്നു തന്നെ എല്ലാവരും BJP പ്രവർത്തകരാണ്, ചെറിയ കുട്ടികളടക്കം. അങ്ങനെ പറയാൻ കഴിയുമോ? അല്ല, ഇപ്പൊ വരുന്ന ഇപ്പൊ കഴിഞ്ഞ തവണ പുതുപ്പള്ളിയിൽ 5000 വോട്ടാ പോയത്. ഈ BJPയിൽ ശരിക്കും അനിൽ ആന്റണിയെ എടുത്തു, മറ്റുള്ള സംഭവം ഒരു വേസ്റ്റായ പ്രവർത്തനം നടത്തുന്നുണ്ട്. അത് ഒരു പ്രവർത്തനം ശരിയല്ലാന്ന് തോന്നുന്നുണ്ടോ? പ്രവർത്തനം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തനം ശരിയല്ലാന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ശരിയല്ലാന്ന് തോന്നുന്നുണ്ട് പ്രവർത്തനം. ഇപ്പൊ ആകെ തകട് മറിഞ്ഞു കിടക്കാണ്. BJP കേരളം ഭരിക്കും. BJPക്ക് സാധ്യത കുറവാണ്, തറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം കേരളം കിട്ടാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് കേരളത്തെ മാറ്റി നിർത്തുന്നത്? ഞാൻ അതാ ചോദിക്കുന്നത്. നിങ്ങളൊരു പ്രവർത്തകനാണ്, എന്തുകൊണ്ടാണ് കേരളക്കാർ മാറ്റി നിർത്തുന്നത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഇതൊക്കെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ശരിക്കും മാറ്റി നിർത്താൻ. അതിപ്പോ എനിക്ക് അതിനെ പറ്റി കറക്റ്റായിട്ട് അറിയില്ല. നമ്മള് ഇതുള്ളൂ. സുരേഷ് ഗോപിക്ക് ഉറപ്പുണ്ട് നിൽക്കാൻ കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് സുരേഷ് ഗോപി BJPയുടെ കാൻഡിഡേറ്റ് അല്ല, സുരേഷ് ഗോപി സ്വന്തമായിട്ട് നിൽക്കുകയാണ്, എങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ NDA അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയായ ജയിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് താങ്കൾ വിലയിരുത്തേണ്ടതുണ്ട്, താങ്കളൊരു പ്രവർത്തകനാണ്. അല്ല, സുരേഷ് ഗോപിനെ അത് നല്ലൊരു വ്യക്തിയാണ്. തൃശ്ശൂർക്കാർക്കും പ്രത്യേകിച്ച് എല്ലായിടത്തും നല്ല ഉപകാരമുള്ള വ്യക്തിയാണ്. ഇപ്പോൾ രവീന്ദ്രൻ മാഷ് ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പോലും ജയിക്കുമെന്ന് പറയാൻ കഴിയുന്നില്ല. അതിപ്പോൾ ഇവിടെ ഇപ്പോൾ അതിന് മെയിനായിട്ട് ഇപ്പോൾ കൂടുതൽ LDF സർക്കാരിനല്ലേ ജനങ്ങൾ കൂടുതൽ. പിന്നെ അതുകൊണ്ട് BJPക്ക് ആൾ ആവുന്നില്ല. BJP വരും ഓട്ടോമാറ്റിക്കായിട്ട്, മാറി മറിയുമല്ലോ, ഇനിയും വർഷങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നോട് പ്രതികരിച്ചത് നന്ദി. അല്ല, നമ്മൾ അതുകൊണ്ടാണ്. സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയല്ലേ. 3ാം തവണ ആര്? അയ്യോ, അത് വേണ. അല്ല, ഞാൻ താങ്കളുടെ അഭിപ്രായമാണ് അത്.
അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി സ്വതന്ത്ര ചിഹ്നത്തിൽ BJP നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ജയിക്കാം, ഭൂരിഭാഗം ജയിക്കാം. അതായത് കുറച്ച് സിനിമാ പ്രേമികളുടെ വോട്ടുണ്ട് കഴിഞ്ഞ ട്രിപ്പ് ജയിച്ചിട്ടുള്ളത്, ഇങ്ങനെ ഇത് ഒപ്പത്തിനൊപ്പം നിന്നിട്ടുള്ളത്. പക്ഷെ അത് സ്വതന്ത്രനായിട്ട് NDA സ്വതന്ത്രൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കയറാം. ഈ പാർട്ടി ചിഹ്നത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാനാണ് സാധ്യത. അതാണ് തൃശ്ശൂരിൻ്റെ പ്രകൃതം. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത്തവണ ഇടതുപക്ഷത്തിന്റെ ഒരു കാര്യം എങ്ങനെയാ? ഭൂരിപക്ഷം കുറയായിരിക്കാം, ഭൂരിപക്ഷം. പക്ഷെ ജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇടതുപക്ഷത്തിന്. ഇവിടെ ജനങ്ങളിപ്പോൾ കരുവന്നൂർ അത് ED-യുടെ കളിയാണല്ലോ. എല്ലാ ഇലക്ഷനിലും നമ്മളിട്ട് കാണുന്നതാണ്. ഈ ED-യുടെ കളി ഇത് കഴിഞ്ഞ സൂക്കേഴ്സായിട്ട് ഡൽഹിക്ക് പോകും. ഏത് അത് നമ്മൾ നിയമസഭയിൽ ഉരുളിയിൽ സ്വർണം, മുട്ടുസൂചി സ്വർണം, ഈന്തപ്പഴത്തിൽ സ്വർണം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞവരോട് കഴിഞ്ഞ് പോയില്ല അവർ. ഇതിപ്പോൾ ഈ ഘട്ടമായി അവരിതേ വരുന്നു തുടങ്ങണു. അപ്പോൾ ആകെ ഒരു കുഴപ്പത്തിലാക്കാനുള്ള പരിപാടി. പള്ളിയിലത്തെ അച്ഛന്മാർ വോട്ട് ചെയ്യാൻ പറഞ്ഞാലൊന്നും ഇവിടുത്തെ നസ്രാണികളൊന്നും വോട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് കുറച്ച് ബിഷപ്പുമാർ അവരുടെ കുറച്ച് കുടുക്കിൽ പെട്ട് കിടക്കണ കാരണം ഈ ഇടി തന്നെ. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്ത് എത്തുന്നു പറഞ്ഞ് 3ാം സ്ഥാനത്ത് BJP എത്തി. അത്രയും വ്യക്തമായിട്ട് പറഞ്ഞു. അന്ന് അതിനുശേഷമാണ് വീഡിയോ അത്ര ലെവലിലേക്ക് പോയത്. ഞാൻ ചോദിക്കുന്നത്, ഈ 3ാം സ്ഥാനത്ത് എത്തുന്നു പറയുന്ന ആള് ഇപ്പൊ പറയുന്നു അല്ലെ BJP-യുടെ ഭാഗമല്ലാതെ സ്വതന്ത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ജയിക്കുമെന്ന്. 100% ജയിക്കാൻ സാധ്യതയുണ്ട്. സുരേഷ് ഗോപി ആയി നിൽക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ BJP എന്നുള്ള സംഭവത്തെ ആളുകൾ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് പോവാത്ത? എന്താ? ഞാൻ മതത്തിന് കുറ്റം പറയുന്നതല്ല. ഒരു ക്രിസ്ത്യൻ മുസ്ലിം അതിനുള്ള ന്യൂനപക്ഷം അവരുടെ വോട്ട് ഈ സിനിമ ഇതിൽ കൂടുതൽ സുരേഷ് ഗോപിക്ക് കിട്ടുക വ്യക്തിപരമായിട്ട്. പിന്നെ അത് പറയുമ്പോൾ പറയുന്നതെന്ന് വിചാരിക്കരുത്. അപ്പോൾ സിനിമാ നടനായിട്ട് ഒരു ചിഹ്നത്തിൽ നിൽക്കാതെ സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഫുള്ളായിട്ട് കിട്ടും. ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ അവന് ജയിക്കാനുള്ള വോട്ട് കിട്ടും. ജയിക്കും. അങ്ങനെയാണെങ്കിൽ ഇല്ല, സാധ്യതയില്ല. എന്തുകൊണ്ട് സാധ്യതയില്ല എന്ന് പറയും? അത് വായിലെ നാവ് ശരിയല്ല. വായിലെ നാവ് ശരിയല്ല. അത് സിനിമ ഡയലോഗ് അടിക്കുന്ന പോലെ അടിച്ചിട്ട് കാര്യമല്ലോ. നാട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതല്ലേ? ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടെന്നല്ല പറയുന്നത്. ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാർ ആ ഗുരുവായൂർ വെച്ചിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുക. ആരെങ്കിലും ഓരോ ജനങ്ങളുടെ പ്രതിനിധി എങ്ങനെയാണ് സംസാരിക്കുക? സ്കൂളിൽ മറ്റേ സിനിമയിലെ ഡയലോഗ് വാ നേരിട്ട് വാ എന്ന് പറയാൻ ആരും ചെയ്യില്ല. തോൽക്കുന്നാണോ? അത് തോൽക്കും. ഉറപ്പ് ഇല്ല. എന്തുകൊണ്ടാ? കാരണം സുരേഷ് ഗോപി എല്ലാവരും ഇഷ്ടമാണ്, പക്ഷേ BJP പ്രസ്ഥാനം ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഇഷ്ടപ്പെടാത്തത്? അത് വർഗീയത, അവർക്ക് ഹിന്ദുത്വം മതി, ഹിന്ദു രാഷ്ട്രം വേണം എന്ന ചിന്താഗതികളൊക്കെ. അതുകൊണ്ട് മാത്രം സുരേഷ് ഗോപി എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് BJP-യെ മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്? ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ കാരണം അവർ ഹിന്ദു രാഷ്ട്രം വളർത്തുന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ്. എല്ലാവരും ഏകോപിച്ച് കൊണ്ടുപോകാൻ BJP-ക്ക് കൂട്ടുപറ്റില്ല. കേരളം ഒരുമാതിരി എന്താ പറയുക, ജനങ്ങൾ അങ്ങനെ ഇതല്ല, എല്ലാവരും ഒരുമിച്ച് പോകണം. അത് BJP-ക്ക് അല്ല. കര കയറി കഴിഞ്ഞാൽ തൃശ്ശൂർ രക്ഷപ്പെടും. കാരണം ഇവിടെ 2 ടീമുകളും വർക്ക് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഈ ആകാശപാത തന്നെ അതിൻ്റെ തെളിവാണ്. ജനങ്ങൾക്ക് ആവശ്യമായ റോഡുകൾ മര്യാദയ്ക്ക് നല്ല രീതിയിൽ പണിയാണ്ട് ഈ ആകാശപാത പണിത് വെച്ചിട്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി സാറ് വന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ല ആശയങ്ങളും നല്ല തീരുമാനങ്ങളുണ്ട്. അത് നടപ്പിലാക്കണമെങ്കിൽ ആൾ വരണം. BJP-യെ ശരിക്കും കേരളക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അതിനകത്ത് ഒന്നാമത് മതം കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ്. മതം കയറി വരുന്നത് സ്പ്രെഡാണോ? ശരിയാണോ? അത് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ വെക്കാത്ത രീതിയിലേക്ക് എങ്ങനെയാണ് ജയിക്കുക? അത് മാറ്റി വെച്ചാലാണ് അദ്ദേഹത്തിന് ഇവിടെ മുന്നേറാൻ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇവിടെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ ആ നിലയിൽ പോകണം. അല്ലാണ്ട് മതം ഇവിടെ പറയുമ്പോൾ ഇവിടെ കേരളക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്ത? മതം പറഞ്ഞിട്ടുള്ള വോട്ട് ഇവിടെ കിട്ടില്ല. അതന്നെ അതുകൊണ്ടാണ് മതത്തിൻ്റെ പേര്. BJP-യെ വെറുക്കുന്നത് എന്തുകൊണ്ടാണ്? മതം പറഞ്ഞുകൊണ്ട് മാത്രമേ? അതെ, മതം പറയാൻ മാത്രമല്ല, അതിൽ കുറേ അജണ്ടകളൊക്കെ പാസ്സാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയാണോ? അത് മാറ്റി വെച്ചാലാണ് തൃശ്ശൂർ ഇവിടെ വിജയിക്കുള്ളൂ. ഇവിടെ കുറേ തൃശ്ശൂരിൽ കുറേ ക്രിസ്ത്യാനികളുണ്ട്. ശരിക്കും മണിപ്പൂർ വിഷയമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതെ, ഇത് എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഹൈന്ദവ കുടുംബം ജനിച്ചു വളർന്നെങ്കിലും ഞാൻ ക്രിസ്തു വിശ്വാസിയാണ് ഇപ്പോൾ ഓൾറെഡി. കാരണം ഞാനിവിടെ മോട്ടോർ സെക്രട്ടറി BM സെക്രട്ടറിയാണ് BMS-ൻ്റെ.
ഞാൻ അതിക്ക് മുമ്പ് ബോംബെയിൽ ന്യൂ ബോംബെയിൽ EMSന്റെ സെക്രട്ടറിയാണ്, അപ്പോഴും പറയാണ് മതം മാറ്റിവെക്കണം. മതം മാറ്റിവെക്കണം, ഇവിടെ സാഹോദര്യ സ്നേഹം നിലനിർത്തണം. എല്ലാവരും ഒരു കുടക്കീഴിൽ ചേർത്ത് വെച്ചാലാണ് സുരേഷ് ഗോപി ഇവിടെ വിജയിക്കുള്ളൂ. ഇല്ലെങ്കിൽ പൊട്ടും, ഉറപ്പായിട്ട് പൊട്ടും. കാരണം ഇവിടെ മതം ആർക്കും അങ്ങോട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം എൻ്റെ മതം നിൻ്റെ മതം മാറ്റി വെച്ച് നമ്മളെല്ലാവരും ഒന്നാണ്. ആ ഒന്നായുള്ള രീതിയിലേക്ക് വന്നാലാണ് സുരേഷ് ഗോപി സാറ് ഇവിടെ വിജയിക്കുള്ളൂ. 100% പൊട്ടു. എന്തുകൊണ്ടാ? ഇവിടെ സുരേഷ് ഗോപിക്ക് ഹോപ്പില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ BJP വർഗീയ കക്ഷിയാണ്. BJPക്ക് ഇവിടെ ചാൻസ് കുറവാണ്. മതം പറഞ്ഞില്ല, ഒന്നും ഇവിടെ വേണ്ട എന്നാണോ? മതം ഇവിടെ എന്ന് പറഞ്ഞാൽ ജാതി, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ഇങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ട് ഇവിടെ മതത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. മതത്തിലെ ഒരു പ്രസക്തമായൊരു ഭാഗമല്ല. താങ്കൾ പറയും മൂന്നാമതും പൊട്ടും എന്നാണോ? മൂന്നാമതും പൊട്ടും, 100% പൊട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ 100% പറയുന്നത്? ചില ഇവിടെ അങ്ങനെയാണ്. അങ്ങനെ BJPക്ക് തനിച്ച് ഇവിടെ അങ്ങനെ വോട്ട് ഇവിടെ കിട്ടിയിട്ട് സുരേഷ് ഗോപി ഇവിടെ ജയിക്കാൻ പോണില്ല. BJPയിൽ നിന്ന് വിജയിക്കില്ല, വേറെ വല്ല പാർട്ടിയിലനുസരിച്ചാൽ വിജയിച്ചാണ്. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും വിജയിച്ചാണ്. പക്ഷേ BJPയിൽ നിന്ന് വിജയിക്കില്ല. എന്തുകൊണ്ടാണ് BJPയെ തൃശ്ശൂർക്കാർ ഏറ്റെടുക്കാത്തത്? അത് നമുക്കറിയില്ല. ഇവിടെ BJP ആണ് ഭരിക്കുന്നത്, മറ്റേ ശക്തൻ്റെ അവിടെ. പക്ഷേ അവർക്ക് കണ്ണിയായിട്ടുള്ള ഒരു ഇതില്ല. എന്തുകൊണ്ടാണ് ഈ മതം പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണോ പ്രശ്നം? മതം മാത്രമല്ല, ഒന്നാമത് ഇവർ കംപ്ലീറ്റ് ആകെ പ്രശ്നങ്ങളായി. ഈ BJPക്കാർ സുരേന്ദ്രനെ ഓരോരിക്കൽ ഭയങ്കര പ്രശ്നങ്ങളായ കാരണമാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ തൃശ്ശൂരൊന്നും വിജയിക്കില്ല, കിട്ടാൻ വിഷമമാണ്. എന്തുകൊണ്ട് വിഷമം എന്ന് പറയുന്നത്? വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസമ്പർക്കം കുറവാണ് അവർക്ക്. ജനങ്ങളിലേക്ക് ഇറങ്ങി വരണ്ട പ്രവർത്തിക്കാനായിട്ട്, അതില്ല. പിന്നെ മോദി പ്രധാനമന്ത്രിയായി വന്ന് ഇവിടെ തൃശ്ശൂർ പ്രസംഗിച്ചു. നിങ്ങളൊരു 15 ആൾ സ്ക്വാഡ് ഇറങ്ങിയിട്ട് ഓരോ വീടാന്തരം കയറി അവരെ സുഖ അന്വേഷണം നടത്തുക. അസുഖമുള്ളവരുണ്ടോ, പിന്നെ ജോലിക്ക് പോകാൻ കഴിയാത്തവരുണ്ടോ, അവിടെ പട്ടിണി ഉണ്ടോ, അത് സുരേഷ് ഗോപിനെ അറിയിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഉടനടി സഹായം ചെയ്യും. മരുന്നാണെങ്കിൽ മരുന്ന്, ചികിത്സ, എല്ലാ സഹായങ്ങളും ചെയ്യുന്നു പറഞ്ഞു. ഇവിടെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ വീടാന്തരം കയറി ഇറങ്ങിയോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള ജനസമ്പർക്കങ്ങൾ കുറവാണ്. എന്തുകൊണ്ടാണ് BJPയെ കേരളക്കാർ അങ്ങ് ഇഷ്ടപ്പെടാത്തത്? ഇഷ്ടപ്പെടായിക്കൊന്നുമില്ല, ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ ഹിന്ദുത്വം സംസാരിക്കുന്നത് കൊണ്ട് മതം സംസാരിക്കാതിരുന്ന ഓക്കെ. കേരളത്തിനെ സംബന്ധിച്ച് 3 മതക്കാർ ഏതാണ്ട് തുല്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സഹോദര്യത്തോടെ പോകണം. അതെ, അതിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും അങ്ങനെ വോട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പൊട്ടും. സുരേഷ് ഗോപി അല്ല BJPയുടെ ആരും ഗോപി ജയിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. ജയിക്കില്ല, ബുദ്ധിമുട്ടാ. എന്തുകൊണ്ടാണ് BJPയെ ശരിക്കും തൃശ്ശൂർക്കാർ ഏറ്റെടുക്കാത്തത്? തൃശ്ശൂർക്കാരിലല്ല, കേരളത്തുകാരും ഏറ്റെടുത്തില്ലല്ലോ. എടുത്തെങ്കിൽ പണ്ടേ കിട്ടിയല്ലേ സീറ്റ്. എന്തുകൊണ്ട് ഏറ്റെടുക്കാത്തത്? ഏറ്റെടുക്കാനുള്ളതായിട്ടില്ല. ആവില്ല, ബുദ്ധിമുട്ടാ. ജയിക്കില്ല. ബുദ്ധിമുട്ടാ. പെട്രോളിൻ്റെ ഇപ്പോൾ വില എത്രയാ? ഈ വണ്ടി കൊണ്ട് കിടക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഈ ഹെൽമെറ്റ് വെച്ച് കിടക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഇല്ലേ? കേരളത്തിലായാലും ഇന്ത്യയിലായാലും എല്ലായിടത്തും ആയാലും ഈ വർഗീയത കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പാർട്ടിക്കാർക്കും വിജയിക്കാനുള്ള ബുദ്ധിമുട്ട് കാണും, തീർച്ചയായിട്ടും. സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ BJPയിൽ പോയതുകൊണ്ട് ചിലപ്പോൾ ജയിച്ചൊന്നും വരില്ല. ഇനി കോൺഗ്രസ് ഇവിടെ വന്നാലും കാര്യമില്ല, അവർക്ക് ഭരിക്കാനും കാര്യമില്ല, പൈസയും ഇല്ല, ഒന്നുമില്ല. കുട്ടി ചോറായി കിടക്കുക. മനുഷ്യന്മാർക്ക് ജീവിക്കാൻ, നിങ്ങൾക്ക് ജീവിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കോടീശ്വരനായ ആൾക്കാരൊക്കെയാണ് ഈ കിടന്ന് നടക്കണം അംഗങ്ങൾ, മനസ്സിലായ? അപ്പം അതുപോലെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ജനങ്ങളെ നോക്കാതെ ഭരിക്കുന്ന സർക്കാരുകളോട് എന്താണ് പറയുക? ജനങ്ങളെ നോക്കാതെ ഭരിക്കുന്നതല്ല, അവരെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഭരിക്കണു. ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാ? അല്ല, അങ്ങനെ ഒരു സിനിമ ഫീൽഡിൽ പോകാൻ നല്ലത്. ഇത് വെറുതെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ വരുന്ന കാര്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് പറഞ്ഞു. ജയിക്കില്ല. എന്തുകൊണ്ട് BJPയെ ഇവിടെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാത്തത്? അതങ്ങനെ ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്താ ഞാൻ പറയാം? എനിക്കറിയത്തില്ല. വിജയിപ്പിക്കുമെന്ന് എൻ്റെ ചോദ്യം. ഇല്ല, വിജയിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് വിജയിക്കാൻ സാധ്യതയില്ല? കാരണം ഇല്ല, അതൊരു മുഖംമൂടിയാണ് മറ്റുള്ളവരെ. കാരണം നമ്മൾ കേന്ദ്രത്തിൽ ഇപ്പോൾ 9 കൊല്ലമായിട്ട് കാണുന്നതല്ലേ, ഒരു സാധാരണ യാതൊരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടില്ല. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു ചെയ്തു 9 കൊല്ലം ഭരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരോ ഒരു ഗതിയില്ലാണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു 300 രൂപ 400 രൂപ ഓടാൻ സാധ്യതയില്ല ഇവിടെ.
അങ്ങനെ നമുക്ക് എന്തെങ്കിലും അതേപോലെ നൂറുകണക്കിന് തൊഴിലാളികൾ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ. ഈ പെട്രോളും ഡീസലിൻ്റെ ഒക്കെ വില വല്ലാതെ ബാധിക്കുന്നുണ്ടോ നിങ്ങൾ? തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ചാണ് ഈ എല്ലാ പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 500 രൂപ കഴിഞ്ഞാൽ 250-300 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു, ഡീസൽ അടിക്കുന്നു. പിന്നെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? ഒരിക്കലും സാധ്യമല്ല. അത് നമ്മൾ എല്ലാ തൊഴിലാളികൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും അറിയാം. ജയിക്കില്ല, ഒരിക്കലും ജയിക്കില്ല. ചോദിക്കാതിരി വിഷമാണ്. എന്ന് വെച്ചാൽ ഇവിടെ വോട്ട് കിട്ടില്ല, ആൾക്കാർ വോട്ട് കൊടുക്കില്ല, വോട്ട് കൊടുക്കാൻ വിഷമമാണ് ഇവിടെ. എന്തുകൊണ്ടാണ് വോട്ട് കൊടുക്കാൻ വിഷമം? വോട്ട് കൊടുക്കാൻ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്രയും കുത്തക ആൾക്കാരാണ് ഇവിടെ മറ്റേ LDF വീണ്ടും മൂന്നാമത് തോൽക്കുന്നതാണോ? തോൽക്കും, സംശയമില്ല. വല്ല പ്രതീക്ഷ വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത്? പ്രതീക്ഷയ്ക്കുണ്ട്, ആൾക്ക് പ്രതീക്ഷയുണ്ട്. വിജയിക്കത്തില്ല, സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് സാധ്യത കുറവെന്ന് പറയുന്നത്? ഇത് കേരളം ഒരു മതേതര കാഴ്ചപ്പാടുള്ള സ്ഥലമാണ്, തൃശ്ശൂർ പ്രത്യേകിച്ചും ഒരു സാംസ്കാരിക തലസ്ഥാനം എന്ന രീതിയിൽ കൂടി ഇവിടെ ഒരു മതവിഭാഗത്തിൻ്റെ ബാനറിൽ നിന്നിട്ട് വിജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു മതേതര നിലപാടിൽ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്.